മറ്റേ നിങ്ങളുടെ ലോകത്തെ സങ്കടങ്ങൾ പറ. എന്താ നിങ്ങളുടെ കൂട്ടുകാരുടെ ഞങ്ങളുടെ ലോകത്തെ സങ്കടങ്ങളോ? ഇപ്പൊ എനിക്ക് കൂട്ടുകാരെ ഷെയർ ചെയ്യുന്ന ഇപ്പൊ എന്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് തോന്നുന്നു ചേട്ടനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് സൈബർ അറ്റാക്ക് ആണ് സങ്കടം എന്ന് പറയാൻ. അയ്യോ, എനിക്കത് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുക ഓപ്പൺ ഹൈമർ എന്നൊക്കെ വിളിക്കുന്നത്. അത് നോളന്റെ ഒരു സിനിമയല്ലേ? അത് ബോംബ് പൊട്ടിക്കുന്നോണ്ടാ. അത് സൈബർ അറ്റാക്കിനെ പേടിക്കരുത്. ഇല്ല, എനിക്ക് പേടി. ആദ്യം അത് കിട്ടുമ്പോ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പറയുന്നതിന് എല്ലാത്തിനും ഒരു തിരിച്ചടി. പക്ഷെ പിന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ പറയുന്ന ഒരു സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, അത് സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടാവും. അത് അങ്ങനെ പോലും ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയും, അവർക്ക് ഇഷ്ടമുള്ള പോലെ അവര് പറയായിരിക്കും. നമുക്ക് എല്ലാവർക്കും ഇവിടെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പൊ അവര് പറയുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, നമ്മൾ മുന്നോട്ട് പോവുക, നമ്മൾ മൂവി ചെയ്യുക, അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുന്നു. സൈബർ അറ്റാക്ക് വേദനിപ്പിച്ചോ? എന്നെ വേദനിപ്പിച്ചെന്ന് ചോദിച്ചാ, ആദ്യം കിട്ടുമ്പോ ഞാൻ വിചാരിച്ചത് എന്താ എല്ലാരും ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന, എന്ത് പറഞ്ഞാലും അറ്റാക്ക് ചെയ്യും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായി നമ്മള് ശരിയായി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു നെഗറ്റീവ് സൈഡും ഉണ്ടാവും, ഒരു പോസിറ്റീവ് സൈഡും ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ ഒരു പോസിറ്റീവ് സൈഡ് ഫോക്കസ് ചെയ്യാം. 18-19 റേഞ്ചിലുള്ള ചേട്ടന്മാര് ചേച്ചിമാരാണ് എന്നെ ഫുൾ അറ്റാക്ക് ചെയ്യാറുള്ളത്. പക്ഷെ ഞാൻ വിചാരിക്കുന്ന ചിലപ്പോ അവർക്ക് തോന്നുന്നുണ്ടാകും ഞാൻ പറയുന്നത് ശരിയായിരിക്കില്ല, ചിലപ്പോ അവർക്ക് റിലേറ്റ് ചെയ്യണമെന്നില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ചിലപ്പോ ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും റിലേറ്റ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് പറയേണ്ടത് ഞാൻ പറഞ്ഞു, അവർക്ക് പറയേണ്ടത് അവര് പറഞ്ഞു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ എന്തിനാ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞേ, ആദ്യം ഇത്തിരി കിട്ടിയപ്പോ ആദ്യം വിഷമം ഉണ്ടായിരുന്നു, പിന്നെ അത് മനസ്സിലായത് എല്ലാത്തിന്റെയും ഭാഗമായിട്ട്. ഇങ്ങനെ ഒരു ചെറിയ പ്രായത്തിൽ ആൾക്കാരെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തപ്പോ ഭയങ്കര ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിഷമം വന്നു കാണും അല്ലേ? അത് ആദ്യം ഞാൻ വിചാരിച്ചത് എന്താ ഇങ്ങനെ ടാർഗറ്റിങ്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എല്ലാത്തിന്റെയും ഭാഗമായിട്ട്. ഞാൻ ഇത് ഇത്തരം അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ചെറുപ്പത്തിലല്ലെന്ന് മാത്രം, വളർന്നു വന്നപ്പോ. ചെറുപ്പത്തിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നമാണ് അറിയാം. എന്തൊക്കെയായിരുന്നു എനിക്ക് LKG പഠിക്കുന്ന സമയത്ത് എന്നോട് ആൾക്കാരൊന്ന് ചോദിക്കും, അച്ഛനെ പോലെ എഴുതൂലേ? LKG ABCD അറിയില്ല എനിക്ക് എഴുതാൻ. അച്ഛനാരാന്ന് കണ്ടാ തിരിച്ചറിയുന്നില്ല. അപ്പോഴാണ് അച്ഛനെ പോലെ എഴുതൂലേ, അച്ഛനെ ടിവിയിലേ കണ്ടിട്ടുള്ളൂ. 1ാം ക്ലാസ് എത്തുന്ന സമയത്ത് എന്താണ് സിനിമയാണോ മുന്നോട്ട് നിന്ന്, അപ്പൊ അതൊക്കെ കൈൻഡ് ഓഫ് നമ്മൾ അറ്റാക്കാണ്. നമ്മളെ നിന്റെ കഴിവില്ല എന്ന് നമ്മളെ ആദ്യമേ വരുത്തി തീർക്കുക. അത് ഇപ്പോഴും അങ്ങനെ തന്നെ. കഴിവൊക്കെ അതൊക്കെ നിനക്കല്ലേ അറിയുള്ളൂ. നിനക്കും ഇതിന്റെ മുന്നിൽ പിന്നിൽ നിൽക്കുന്ന കുറച്ച് സുമേഷ്. അപ്പൊ ഇത് ഈ അറ്റാക്ക്, പക്ഷെ പിന്നീടുള്ള എന്റെ സിനിമയോടുള്ള അറ്റാക്കിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, ദേവനന്ദ പറഞ്ഞ പോലെ. കാരണം അതിൽ കഴമ്പുണ്ട്. ചിലതൊക്കെ അവര് പറയുന്ന നല്ല സമ്മതിച്ചു കൊടുക്കണം. ഈ പഠിപ്പും ഇതും ഒരുമിച്ച് ആൾക്കാർ അറ്റാക്ക് ചെയ്യൂലല്ലോ. അങ്ങനെ ഈ മാങ്ങയുള്ള മാവിനല്ലേ കല്ലെറിയും, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഞാൻ കുട്ടി കഴിവിട്ട് ഉദ്ദേശിച്ചേ. അതെ അത് ചിത്രം. പക്ഷെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ദേവനന്ദക്ക് തോന്നിയോ ഞാൻ മാറണം, ഞാൻ ശരി ഇവര് പറയുന്നതിൽ അറ്റാക്ക് ചെയ്യുന്ന എന്തെങ്കിലും കാരണം ഉണ്ടെന്ന് തോന്നി പ്രതികരിക്കണം? അതല്ല, അങ്ങനെ നമ്മള് ആഞ്ഞടിക്കണം എന്നൊന്നും ഇല്ല. കാരണം അവരവരുടെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു. ഞാൻ എന്റെ അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് എപ്പോഴും എല്ലാരും അത് റീക്രിയേറ്റ് ചെയ്തിടുമ്പോ ക്വസ്റ്റ്യൻ കട്ട് ചെയ്യും, ബാക്കിയുള്ള ആൻസർ കട്ട് ചെയ്യും. അങ്ങനെയാണ് ഇടാറുള്ളത്. അപ്പൊ അത് എന്റെ അടുത്ത് ചോദിച്ച ചോദ്യത്തിന് ഞാൻ എന്റേതായ വാക്കുകളിൽ ഉത്തരം പറഞ്ഞു. പക്ഷെ ചില സമയം ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ അച്ഛനും അമ്മയും കൃത്യമായിട്ട് പറയും നീ പറഞ്ഞത് ശരിയല്ല. അപ്പൊ അത് മാറ്റി പറയാൻ ഞാൻ റെഡിയാണ്, അത് തിരുത്താൻ റെഡിയാ. പക്ഷെ ഞാൻ അച്ഛനെ വിളിച്ച് ചോദിച്ചു ഞാൻ പറഞ്ഞത് ശരിയല്ല, ഞാൻ എന്തെങ്കിലും തെറ്റായ ആർക്കെങ്കിലും ഉപദ്രവം വരുന്ന രീതിയിലാണോ പറഞ്ഞത്? ഞാൻ വേറെ ആരെയും ഹേർട്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല, ആർക്കും മോശം വരുന്ന രീതിയിലല്ല സംസാരിച്ചത്. അപ്പൊ എനിക്ക് അറിയാം ഞാൻ എന്നെ കുറിച്ച് ചോദിച്ചൊരു ചോദ്യം ഞാൻ ജനറൽ ആയിട്ട് പറഞ്ഞു. അത് ബാക്കിയുള്ളവർക്ക് വേണ്ടി മാറ്റണം എന്നുള്ളത് ഇപ്പൊ അവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാറ്റാൻ ഞാൻ തയ്യാറാ. പക്ഷെ എന്നെ കുറിച്ചുള്ള ക്വസ്റ്റ്യന് ഞാൻ പറഞ്ഞ ആൻസർ മാറ്റണം എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഇത് ഇവൻ കട്ട് ചെയ്തിടും. ഇപ്പൊ ഇത് എന്തിനാ പറയണ നോക്ക്, നമുക്കൊക്കെ അന്ന് ഈ പ്രായം ആലോചിച്ച് നോക്ക്. ഞാൻ ചേട്ടാ സീരിയസ് ആയിട്ട് പ്രായം വെച്ചിട്ട് റെസ്പെക്ട് എനിക്ക് തോന്നുന്നു ഭയങ്കര. ദേവനന്ദയെ പോലെയായിരുന്നു ഈ പ്രായത്തിന്. ഞാൻ കൈരളി ഇവിടെ ഇന്റർവ്യൂ കണ്ടായിരുന്നു. സത്യല്ലേ, പൊട്ടനെ പോലെയായിരുന്നു ഈ പ്രായത്തിൽ. പൊട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ മരപ്പൊട്ടൻ.
നവ്യ നായരെയും മീര ജാസ്മിനെയും കല്യാണം കഴിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് നടന്നിരുന്ന ഒരു ക്ലാരിറ്റി ഇല്ല. മോളെ ഇപ്പൊ ദേവനന്ദ ഇപ്പൊ വർക്ക് ലൈഫ്, അതായത് സിനിമ അപ്പുറത്ത് പഠിത്തം, ഇത് രണ്ടും നന്നായി ബാലൻസ് ചെയ്യുന്നില്ലേ ദേവനന്ദ? ധ്യാൻ ചേട്ടൻ ഇന്റർവ്യൂവും സിനിമയും ബാലൻസ് ചെയ്യുന്ന പോലെ അതും ഒരു സ്കില്ലാണ്. കാരണം ഇന്റർവ്യൂസും നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന മൂവീസും അതുപോലെ ചേട്ടൻ ഇപ്പൊ ഓരോ മൂവീസും അവിടുന്ന് ഓരോ സെറ്റിൽ നിന്ന് പോകണമെങ്കിലും അതും ഒരു ഹെക്ടിക് ഇതാണ്. അതും ചേട്ടൻ നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്കാണെങ്കിൽ എന്റെ സ്കൂള് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അതൊരു വലിയ ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം സ്കൂളിൽ പോകണം, പരീക്ഷ എഴുതാൻ പോകണം, പക്ഷെ സ്കൂളിന്റെ സൈഡിൽ നിന്ന് ഒരു പ്രഷർ ഇല്ല. കാരണം പരീക്ഷ എഴുതാൻ പോകണം, എനിക്ക് എന്തായാലും പരീക്ഷ എഴുതാൻ പോകണം, പക്ഷെ ടീച്ചേഴ്സും ഫ്രണ്ട്സും എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം പാരന്റ്സിന്റെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. കാരണം ആരൊക്കെ എന്താ പറഞ്ഞാലും ഇപ്പൊ ആദ്യമൊക്കെ തുടങ്ങുന്ന സ്റ്റേജിൽ എല്ലാരും നമ്മളെ ബിലീവ് ചെയ്യണമെന്നില്ല. പക്ഷെ അച്ഛനും അമ്മയും അത്രയും നാളും നിക്കാൻ റെഡിയായിരുന്നു. ഇപ്പൊ 3.5 വയസ്സിലാണ് തുടങ്ങിയത്, പക്ഷെ 9.5 വയസ്സിലെ മാളികപ്പുറം ചെയ്ത്. അപ്പൊ 6 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു റെക്കഗ്നിഷൻ കിട്ടിയത്. ഇപ്പൊ 12 വയസ്സായി, 12.5. അപ്പൊ ആ ഒരു സമയത്ത് ഇപ്പൊ ചേട്ടനാണെങ്കിലും എന്നെ അറിയാവുന്നത് മാളികപ്പുറത്തിൽ അഭിനയിച്ചോണ്ടായിരിക്കും. അത് എല്ലാവർക്കും എങ്ങനെയാണ്. അപ്പൊ ആ ഒരു ബ്രേക്ക് ത്രൂ കിട്ടുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ ആ സമയത്ത് ചിലപ്പോ എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നു, പക്ഷെ സ്കൂള് ഭയങ്കര സപ്പോർട്ട് തന്നു. 9.5 വയസ്സിലെ മാളികപ്പുറം അല്ലേ? 9.5 വയസ്സിലാണ്. ഒരു ബ്രേക്ക് ത്രൂ ഇല്ല, ഇപ്പോഴേ ബ്രേക്ക് ത്രൂ ഇല്ല. സൈക്കിളിന്റെ ബ്രേക്ക് പിടിച്ച് നീ വലിയ മല പറിച്ചല്ലോ. ഞാൻ എന്റെ കാര്യം പറഞ്ഞേ, ഒന്നുമില്ല. ഞാൻ ശ്രീനിവാസന്റെ മോനായിട്ട് വിചാരിച്ചു. നീ കൊണ്ടായിട്ട് പോയാണ്. അത് വലിയ വലിയ കാര്യം തന്നെയാ. എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു, എന്റെ അച്ഛൻ ഫേമസ് ആയിരുന്നു. ഇവര് സൈബർ ബുള്ളിങ്, നമ്മളെ ബുള്ളിങ് നമ്മൾ ആഞ്ഞടിക്കണം. എന്റെ കൂടെ പൊടിക്കോ. ഇതൊക്കെ എന്തിനാന്നറിയാമോ? പിന്നെ കണ്ടന്റ് ആണ്. ധ്യാൻ ചേട്ടാ ഇപ്പൊ ഇതിനകത്ത് അവർ ബെസ്റ്റ് ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ധ്യാൻ ചേട്ടന്റെ മുഖം കാണിക്കുന്നത്. ഓ അങ്ങനെയുണ്ടോ? ഈ സിനിമയെ കുറിച്ച് ഒന്നും കല്യാണമരത്തില് കല്യാണമരത്തിലൊരു മാഷാണല്ലോ. അപ്പൊ ഈ മാണിക്കക്കല്ലിലെ പൃഥ്വിരാജിനെ പോലെ, അങ്ങനെ ചെപ്പിലെ ലാലേട്ടനെ പോലെ അങ്ങനെയൊക്കെ ചെയ്യാനാണോ? അതില് മാണിക്കക്കല്ലായിക്കോട്ടെ, ചെപ്പായിക്കോട്ടെ, ഇതൊക്കെ അവരുടെ കഥ പറഞ്ഞിരുന്ന, അല്ല സ്കൂൾ കലാലയം അല്ലെങ്കിൽ സ്കൂൾ അതിനെ ചുറ്റിപ്പറ്റി നടന്നിരുന്ന കഥകളും സംഭവങ്ങളൊക്കെ. ഇത് ദേവുവിന്റെ ലൈഫും പുള്ളിക്കാരിയുടെ ചെറിയൊരു ആഗ്രഹവും സ്വപ്നവും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, അതിൽ ഒരു ഏരിയയില് അല്ലെങ്കിൽ പുള്ളിക്കാരി പഠിക്കുന്ന സ്കൂളിലെ മാഷായിട്ട് എന്നെ പറ്റി ചുറ്റിപ്പറ്റിയോ ആ സ്കൂൾ ചുറ്റിപ്പറ്റിയോ അല്ല ഈ കഥ. ഈ കഥ ഇവരുടെ കുടുംബവും ആ കുടുംബത്തിൽ ഉണ്ടാവുന്ന ഒരു സംഭവവും എക്സ്റ്റൻഡഡ് ക്യാമിയോ. അപ്പോ കൈൻഡ് ഓഫ് എക്സ്റ്റൻഡഡ് ക്യാമിയോ എന്ന് പറയും. അപ്പോ ഇതിൽ അത്ര അന്ന് എന്ന് പറയണ്ട, ഈ കഥാ പശ്ചാത്തല മെയിനായിട്ട് ഈ സ്കൂളൊന്നും അല്ല, ഇവരുടെ വീടും ഇവരുടെ കുടുംബത്തിൽ ഉണ്ടാവുന്ന ഒരു സംഭവവും കാര്യങ്ങളൊക്കെ.